ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മളിന്ന് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സംഖ്യയെ 15 കൊണ്ട് ഹരിക്കേണ്ടതിന് പകരം 12 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 13ഉം ശിഷ്ടം 9ഉം കിട്ടിയെങ്കിൽ ശരിയായ ഹരണഫലം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ഒറ്റ സെക്കൻഡ് നമ്മളങ്ങ് ചെയ്യും. ഒരു സംഖ്യയെ 15 കൊണ്ട് ഹരിക്കേണ്ടതിന് പകരം 12 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഹരണഫലം എത്ര കിട്ടി? 13 കിട്ടി. ശിഷ്ടം എത്ര കിട്ടി? 9 കിട്ടി. ഓക്കെ, 12 കൊണ്ടാണ് ഹരിച്ചത്, 12 കൊണ്ട് ഹരിച്ചു. ഹരണഫലം എത്ര കിട്ടി? 13 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 12ഉം 13ഉം ഗുണിക്കണം. 12 ഗുണം 13 എത്ര കിട്ടും? 156 എന്ന് കിട്ടും. 156. ഈ 156 ഇത് ഹരണഫലം 13 കിട്ടി. പിന്നെ എന്തുണ്ട്? ശിഷ്ടം എന്ത് കിട്ടി? ഒരു 9 കൂടെ കിട്ടി. അപ്പോൾ എത്ര കിട്ടി? 156 + 9 = 165. ഇതാണ് യഥാർത്ഥ സംഖ്യ എന്ന് പറയുന്നത്. യഥാർത്ഥ സംഖ്യ. ഇനി വേണമെങ്കിൽ നിങ്ങൾ നോക്കിയേ ശരിയാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 165 നമുക്ക് എന്താ വെച്ചിരിക്കാം? 12 വെച്ച് ഹരിച്ചേ 13 ഗുണം 12 ആണ് 156 എന്ന് പറയുന്നത്. ശിഷ്ടം എത്ര വരും? 9 വരും. ഇതാണ് ഇവർ പറഞ്ഞത്. ഒരു സംഖ്യ 12 വെച്ച് ഹരിച്ചപ്പോൾ 13 ഹരണഫലം കിട്ടി, ശിഷ്ടം 9 കിട്ടി. അപ്പോൾ എന്താണ്? 12 ഗുണം 13 എന്നിട്ട് ശിഷ്ടം 9 കൂടുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് ഈ 165 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ യഥാർത്ഥ സംഖ്യ 165 ആണ്. ഈ 165നെയാണ് നമ്മൾ ഹരിക്കേണ്ടത്. എത്ര വെച്ച് ഹരിക്കേണ്ടത്? 15 വെച്ചാണ് ഹരിക്കേണ്ടത്. പകരം 12 വെച്ച് തെറ്റായിട്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് ശരിയായിട്ട് അങ്ങ് ഹരിക്കാം. നമുക്ക് എത്ര ചെയ്യണം? ഈ പറയുന്ന 165നെ 15 വെച്ച് ഹരിക്കാം. 160 10 15 ആണ് 150. 11 15 165. ആൻസർ 11 എന്നുള്ള ഉത്തരം കിട്ടും. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് വെച്ചാൽ 11. 11 ആയിരുന്നു നമുക്ക് വേണ്ടത്. 15 വെച്ച് ഹരിച്ചാൽ 11 ഉത്തരം കിട്ടും. പക്ഷേ തെറ്റായിട്ട് 12 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 13 വന്നു, ശിഷ്ടം എന്താ 9 വന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ തെറ്റായിട്ടുള്ള ഹരിച്ച സംഖ്യയും തെറ്റായിട്ട് കിട്ടിയ ഹരണഫലവും തമ്മിൽ ഗുണിക്കുക, അതിൻ്റെ കൂടെ ശിഷ്ടം കൂട്ടുക. അതായിരിക്കും യഥാർത്ഥ സംഖ്യ. നമുക്ക് പിന്നെ ഏത് സംഖ്യ വെച്ചാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഹരിക്കേണ്ടത്, അതുകൊണ്ട് തിരിച്ചരിച്ച് വെച്ചാൽ മതി. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ 11 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. പ്ലസ് എന്നാൽ ഹരണവും, മൈനസ് എന്നാൽ ഇൻറ്റുവും, ഇൻറ്റു എന്നാൽ പ്ലസും, ഹരണം എന്നാൽ മൈനസും ആണ്. ഇങ്ങനെ തന്നാൽ 30 - 20 + 2 × 5 - 7 എത്ര? ഓക്കെ, ഒന്നുമില്ല. 30 ഹരണം എന്നാൽ മൈനസ് ആണ്. ഹരണം എന്നാൽ മൈനസ്. അപ്പോൾ ഹരണം മാറ്റിയിട്ട് മൈനസ് കൊടുക്കാം. 20 പ്ലസ് എന്നാൽ ഹരണമാണ്. ഹരണം 2. അടുത്ത് ഇൻറ്റു എന്നാൽ പ്ലസ് എന്നാ പ്ലസ് 5. അടുത്തത് മൈനസ് എന്ന് പറഞ്ഞാൽ അടുത്തത് ഇൻറ്റു ആണ്. മൈനസ് എന്ന് വെച്ചാൽ ഇൻറ്റു 7. ഓക്കെ ആണല്ലോ? നമ്മൾ കൊടുത്തു. കറക്റ്റായിട്ട് ചിഹ്നമല്ല. ഇവർ പറഞ്ഞതനുസരിച്ച് ഈ ചിഹ്നങ്ങളെല്ലാം ഇതിനകത്ത് ചിഹ്നം മാറ്റിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സൈനുകളെല്ലാം നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്തുവാ? ബോട്ട് മാസ് ഉപയോഗിക്കുക. ബോട്ട് മാസ് പ്രകാരം ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ആദ്യം ഒന്നുമില്ല. ഓഫ് എന്തെങ്കിലും ഉണ്ടോ? ഓഫ് എന്ന് ഏതെങ്കിലും സംഖ്യ ഓഫ് ഉണ്ടെങ്കിൽ ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക എന്നർത്ഥം. അതുമില്ല. പിന്നെ എന്തുവാ? ഡിവിഷൻ എന്തുവാ? 20നെ 2 വെച്ചിരിക്കുക. അപ്പോൾ 30 - 20നെ 2 വെച്ചിരിക്കുക. 20നെ 2 വെച്ചിരിച്ചപ്പോൾ 10 പ്ലസ് ഹരണം കഴിഞ്ഞാൽ പിന്നെ ബോട്ട് മാസിനകത്ത് ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഓഫ് ഡിവിഷൻ കഴിഞ്ഞാൽ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ, അടുത്ത പിന്നെ എന്തുവാ? ഇൻറ്റുവേ ചെയ്യാവുള്ളൂ. ഓക്കെ, നമ്മളിവിടെ ഹരണം കഴിഞ്ഞു. 20നെ 2 വെച്ച് 10, അടുത്ത ഇൻറ്റു 7 5 35. ഓക്കെ ആണല്ലോ? ഓക്കെ, 35. ഓക്കെ, ഇനി കാര്യമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണം? ഓക്കെ, ഇനി നമ്മളിവിടെ 30ഉം ഇവിടെ ഒരു പ്ലസ് സംഖ്യ ഒരു മൈനസ് സംഖ്യ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യുന്നില്ല. പിന്നെ ബോട്ട് മാസ് പറയാൻ ആദ്യം പിന്നെ കൂട്ടിയതിന് ശേഷം മാത്രമേ കുറയ്ക്കാവുള്ളൂ. പക്ഷേ ബോട്ട് മാസ് പ്രകാരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഓർഡർ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം കുറച്ചിട്ട് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ബോട്ട് മാസിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ വരെ കറക്റ്റ് ഓർഡർ ആയിരിക്കണം. അത് കഴിഞ്ഞുള്ള കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഓർഡർ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കൂട്ടനെ പറഞ്ഞാൽ ഞാൻ ആദ്യം കുറയ്ക്കുക. 30 20 10 കുറച്ച് 20 + 35 സമയത്ത് കിട്ടി 55. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 55 ആണ്. വളരെ സിമ്പിളാണ്. ഈ പറയുന്ന സംഭവം സൈൻ അങ്ങോട്ട് മാറ്റി കൊടുക്കുക. ബോട്ട് മാസ്റ്റർ പ്രകാരം ഗുണിച്ച് ഹരിച്ച് ചെയ്താൽ മതി. വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അതെ, 5^2 × 5^2 × 4 / 125/3. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ബേസ് എല്ലാം ഈക്വൽ ആണെന്ന് നോക്കണം. ബേസ് എന്ന് വെച്ചാൽ താഴെയുള്ളത്. ഇത് ബേസ്, ഇത് പവറാണ്. അപ്പോൾ ബേസ് ഈക്വൽ ആണെന്ന് നോക്കണം. അപ്പോൾ ഇവിടുത്തെ ബേസ് 5, ഇവിടുത്തെയും ബേസ് 5, ഇവിടുത്തെ ബേസ് 125. അപ്പോൾ ബേസുകൾ ഈക്വൽ അല്ല. ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 125 ഈക്വൽ അല്ല. അപ്പോൾ ബേസുകൾ ഈക്വൽ അല്ലെങ്കിൽ ഇതിനെ ഈക്വൽ ആക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ ബേസുകൾ ഈക്വൽ ആക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ വേറെ കാര്യം ചെയ്യേണ്ടതെന്ന് നോക്കിയാണ്. ആദ്യം ചെയ്യുന്ന പരിപാടി 5^2
ദ ഹോൾ റൈസ് ടു 3 ഇൻറ്റു 5^2 ദ ഹോൾ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 125 എന്നുള്ള വില മാറരുത്, രൂപം മാറ്റാം. 125 നമുക്ക് എന്ത് എഴുതാം? 5ന്റെ ക്യൂബ് എന്ന് എഴുതാം. കാര്യം 5നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ് 125. കാര്യം എന്താ? 5 ഇൻറ്റു 5 ആണ് ഇതെന്ന് പറയുന്നത് 125. 5നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ് 125. അപ്പം 5ന്റെ ക്യൂബാണ് 125. അപ്പോൾ എന്താ എഴുതുക? 5ന്റെ ക്യൂബ് എന്ന് എഴുതി. ഹോൾ റൈസ് മേളിലൊന്നുണ്ട്, 3 കിടപ്പുണ്ട്, ഒന്നും ചെയ്യരുത്, അത് ഇതേപോലെ ഇടുക. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം എഴുതുക. ഓക്കെ, ഇപ്പം എല്ലാ ബേസും ഈക്വലായി. ഇനി ഇതാ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് വെച്ചാൽ എ റൈസ് ടു എം എൻ എന്ന. എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു വെച്ചാൽ എ റൈസ് ടു എം, എം എന്നോട് ഗുണിക്കുന്നതാണ് എം എൻ. എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എന്ന് വെച്ചാൽ എ റൈസ് ടു എം എൻ. ആ ഫോമിലാണ് കിടക്കുന്നത്. ഇവിടെ എക്ക് പകരം 5, എമ്മിന് വരെ 3, 2 എന്നിന് വരെ 3. അപ്പോൾ എന്താ? 2 ഇൻറ്റു 3 ഇത് ഗുണിച്ചാൽ മതി. എം ഗുണം എന്നാണ് എം എന്ന് പറയുന്ന പോലെ 5 റൈസ് ടു നമുക്ക് എന്താ എഴുതാം? 2 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 6 ഇൻറ്റു അടുത്തത് 5 റൈസ് ടു 2 ഇൻറ്റു 4 എന്ന് വെച്ചാൽ 8 ഡിവൈഡഡ് ബൈ 5 റൈസ് ടു 3 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 9. 3 ഇൻറ്റു 3 9. ഓക്കെ, എന്ത് ചെയ്ത് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എം എൻ ഗുണിക്കുന്ന പോലെ ഇതെല്ലാം ഗുണിച്ചും എഴുതി. ഇനി ഇവിടെ എല്ലാം ബേസ് 5 ആണ്. നിങ്ങൾ അറിയണം, ഒരേ ബേസുള്ള 2 സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കൂട്ടുക. ഒരേ ബേസുള്ള സംഖ്യകൾ ഹരിക്കാൻ വന്നാൽ പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കുറയ്ക്കുക. ഇവിടെ 2 ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ സമം എ റൈസ് ടു എം പ്ലസ് എൻ. ഇപ്പോൾ ഒരേ ബേസ് ആണ്. ബേസുകൾ 2 ഈക്വൽ ആണെങ്കിൽ പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ കൂട്ടുക, എം എന്നൂടെ കൂട്ടുക. ഇനി എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എന്ന് വെച്ചാൽ എ റൈസ് ടു എം മൈനസ് എൻ. ഒരേ ബേസുള്ള സംഖ്യകൾ ഹരിക്കാൻ വന്നാൽ പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കുറയ്ക്കുക. ഗുണിക്കാൻ വന്നാൽ കൂട്ടുക, ഹരിക്കാൻ വന്നാൽ കുറയ്ക്കുക. ഇതാണ് ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ എല്ലാം ബേസ് 5 ആണ്. അപ്പോൾ ഒരേ ബേസുള്ള സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ കൂട്ടുക, ഹരിക്കാൻ വന്നാൽ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 5 റൈസ് ടു ഇവിടെ ഗുണിക്കാനാവുന്നേക്കുന്നത്, ഗുണിക്കാൻ വന്നാൽ കൂട്ടുക 6 + 8. ഇവിടെ ഹരിക്കാനാവുന്നത്, ഹരിക്കാൻ വന്നാൽ കുറയ്ക്കുക -9. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5 റൈസ് ടു 8 6 കൂട്ടുക. 8 6 കൂടുമ്പോൾ 14 -9 ഈക്വൽ ടു 5 റൈസ് ടു 5 എന്ന് കിട്ടും. 5 റൈസ് ടു 5 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പം നോക്കിക്കോണം. ഒരേ ബേസുള്ള ഇവിടുത്തെ ഇങ്ങനെ സംഖ്യകൾ വരുമ്പോൾ ബേസുകളെല്ലാം ഈക്വൽ ആണോ എന്ന് ആദ്യം നോക്കണം. ഇവിടെ എല്ലാം ബേസ് 5, ഇവിടുത്തെ ബേസ് 125, അവിടുത്തെ ബേസ് കൂടെ നമ്മൾ അങ്ങ് 5 ആക്കി, 5ന്റെ ക്യൂബ് എന്നാക്കി. എന്നതിന് ശേഷം എന്ത്? എ റൈസ് ടു എം ദ ഹോൾ റൈസ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഇത് ഗുണിച്ചു. 2 × 3 6, 2 × 2 4 8, 3 × 3 9. ഇവിടുത്തെ എല്ലാം ബേസ് 5 ആണ്. അപ്പോൾ ഒരേ ബേസുള്ള സംഖ്യ ഒരേ ബേസുള്ള സംഖ്യ ഗുണിക്കാൻ വന്നാൽ കൂട്ടിയേക്കണം, ഹരിക്കാൻ വന്നാൽ കുറച്ചേക്കാൻ വേണ്ട. ഗുണിക്കാൻ വന്നുകൊണ്ട് നമ്മളിവിടെ കൂട്ടി, ഹരിക്കാൻ വന്നുകൊണ്ട് കുറച്ച്. അപ്പോൾ കൂട്ടുമ്പോൾ 8 6 കൊടുക്കുമ്പോൾ 14 9 9 കുറച്ച് 5. ആൻസർ 5 റൈസ് ടു 5 ആണ്. 5 റൈസ് ടു 5 എന്ന് വെച്ചാൽ 5നെ 5 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നാണ് ആൻസർ. 5 25, 25 കൊണ്ട് 125, 125 കൊണ്ട് 5 625, 625 കൊണ്ട് 5 3125 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. പക്ഷേ ഓപ്ഷനകത്ത് ചിലപ്പോൾ ഈ ആൻസറേ കാണത്തുള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. a² + 1/a² = 3 ആയാൽ a റൈസ് ടു 4 + 1/a റൈസ് ടു 4 എത്ര? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വളരെ 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 എളുപ്പം ചെയ്യും. ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ആൻസർ ചെയ്യും. ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ വേറെ ഒന്നുമില്ല. a² + 1/a² = ഇവിടെ കിടക്കുന്ന സംഖ്യ ഏതായാലും, ഇപ്പോൾ 3 5 എന്തോ ആയിക്കോട്ടെ, a റൈസ് ടു 4 + 1/a റൈസ് ടു 4 കാണാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തന്നേക്കുന്ന സംഖ്യ ഉണ്ടല്ലോ, ഇവിടെ സ്ക്വയർ ആയിരിക്കണം, ഇവിടെ 4 ആയിരിക്കണം. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഉള്ള കേസ്. ഓക്കെ, ഈ തന്നേക്കുന്ന സംഖ്യ എത്ര ആണോ അതിൻ്റെ സ്ക്വയർ അങ്ങ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, ഇവിടെ 3 ആണ്, 3യുടെ സ്ക്വയർ എടുക്കുക. അതിൽ നിന്ന് ഒരു 2 കുറച്ചാൽ മതി. അതിൽ നിന്ന് എപ്പോഴും 2 ആയിരിക്കും കുറയ്ക്കുന്നത്. ഇവിടെ 5 ആണ്, 5ന്റെ സ്ക്വയർ -2. ഇവിടെ 6 ആണ്, 6ന്റെ സ്ക്വയർ -2. എത്ര ആണോ ഇവിടെ കിടക്കുന്ന സംഖ്യ അതിൻ്റെ സ്ക്വയർ എടുക്കുക, അതിൽ നിന്ന് 2 കുറച്ചാൽ മതി. അപ്പോൾ 3ന്റെ സ്ക്വയർ എത്ര കിട്ടും? ഇവിടെ 9 കിട്ടും. 9 - 2 = നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 7 ആണ് ഇവിടുത്തെ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ചെയ്യേണ്ട a + b ദ ഹോൾ സ്ക്വയറും ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അതിലേക്ക് ഒന്നും പോകുന്നില്ല. ഏറ്റവും ഷോർട്ട് കട്ടായിട്ടുള്ള ഭാഗം പറയുന്നത് ഇവിടെ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ റൈസ് ടു 4 ആയിരിക്കണം. അങ്ങനെ ചോദിക്കുന്ന കേസിൽ a² + 1/a² = 3 ആയാൽ a റൈസ് ടു 4 + 1/a റൈസ് ടു 4ന്റെ വാല്യൂ ഇങ്ങനെ ചോദിച്ചാൽ ഇവിടെ
പ്ലസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പുറത്ത് വരുമ്പോൾ മൈനസ്. ഇവിടെ മൈനസ് ആണെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയിരിക്കണം. ഇവിടെ പ്ലസ് ആണെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ്. ഈ പ്ലസ് അപ്പുറത്ത് പോകുമ്പോഴാണ് ഈ മൈനസ് ആയിട്ട് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. അതിൻ്റെ വേറെ ചെയ്യാൻ അധികം കുറേ ഈ ഒരു ബോർഡ് നിറച്ച് ചെയ്യേണ്ടി വരും. വേറെ കാര്യമൊന്നുമില്ല. നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഈ ഇവിടെ തന്ന സംഖ്യ ഏതാണോ അതിൻ്റെ സ്ക്വയർ എടുക്കുക, അതിൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പോൾ 3ന്റെ സ്ക്വയർ 9, 9 മൈനസ് 2 സമം 7 ഇതിൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സാധനത്തിൻ്റെ വില 30 രൂപയിൽ നിന്നും 50 രൂപയായി വർദ്ധിച്ചു എങ്കിൽ പുതിയ വിലയും പഴയ വിലയും തമ്മിലുള്ള അംശബന്ധം എത്ര? ഇത്രേ ഉള്ളൂ. അങ്ങനെ കാര്യമൊന്നുമില്ല. 30 രൂപ എന്നുള്ളത് 50 രൂപയായി വർദ്ധിച്ചു. അപ്പോൾ പുതിയ വില 50 രൂപയാണ്, പഴയ വില എന്ന് പറയുന്നത് 30 രൂപയാണ്. നമ്മൾ അംശം എത്ര? 50:30. 50:30 എപ്പോഴും നമ്മളെന്ത് പറയുന്നത്? അംശം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഷോർട്ട് ഫോമിലായിരിക്കും പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഇവിടുത്തെ ഈ പൂജ്യയുടെ വെട്ടിയാൽ ആൻസർ 5:3. പുതിയ വിലയും പഴയ വിലയും നമ്മൾ അംശം എന്താ? 5:3. ഇനി പഴയ വിലയും പുതിയ വിലയും നമ്മൾ അംശം എന്ന് ചോദിച്ചാൽ 30:50. ആൻസർ 3:5 ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ 5:3 ആണ്. മനസ്സിലായല്ലോ? ഒരു 30 രൂപ 50 രൂപയായി മാറിയെങ്കിൽ പുതിയ വിലയും പഴയ വിലയും നമ്മൾ അംശം എന്താ? 30:50. ഇനി വർധനവും പഴയ വിലയും വർദ്ധിച്ചതും നമ്മൾ അംശം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വില 30, വർദ്ധിച്ചത് 20. ആൻസർ 30:20. ആൻസർ 3:2 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയൊക്കെ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ പുതിയ വിലയും പഴയ വിലയും നമ്മൾ അംശം എന്താ? 5:3. പുതിയത് 50 രൂപയായി മാറി, പഴയ വില 30, 5:3. പഴയ വിലയും പുതിയ വില. അപ്പോൾ ആദ്യം ഏത് പേരാ പറയും? ഇവിടെ പുതിയത് പഴയത്. അപ്പോൾ പുതിയതും പഴയ, ഇത് പഴയത് പുതിയത്, പഴയ വില പുതിയ വില. അപ്പോൾ ആൻസർ 3:5 എന്ന് വരും. ഇനി വിലയും വർദ്ധിച്ചതും തമ്മിലുള്ള അംശം ഉണ്ട്. അപ്പോൾ വില എത്ര? 30 രൂപ. എത്ര രൂപ വർദ്ധിച്ചു വെച്ചാൽ 20 രൂപ. ഇവ നമ്മൾ അംശം എന്ന് ചോദിച്ചാൽ 3:2 ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ 5:3 ആണ്. ഓക്കെ, നോക്കിയേ. ഒരു ചതുരത്തിന്റെ നീളം 20% വർദ്ധിക്കുകയും വീതി 10% വർദ്ധിക്കുകയും ചെയ്താൽ വിസ്തീർണത്തിൽ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടാകും അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒന്നും ചെയ്യേണ്ട. ഏതൊരു ചതുരത്തിന് ആദ്യം ഉള്ള നീളം എന്ന് പറയുന്നത് 100%. ആദ്യമുള്ള വീതി എന്ന് പറയുന്നതും 100% തന്നെ. ആദ്യമുള്ള വിസ്തീർണം എന്ന് പറയുന്നതും 100% തന്നെ. മനസ്സിലായല്ലോ? ആദ്യമുള്ള നീളവും 100%, ആദ്യമുള്ള വീതിയും 100%, ആദ്യമുള്ള വിസ്തീർണം എന്ന് പറയുന്നതും 100%. നീളം 10% വർദ്ധിച്ചാൽ 110, 20 വർദ്ധിച്ചാൽ 120, 30 വർദ്ധിച്ചാൽ 130, 10 കുറഞ്ഞാൽ 90, 20 കുറഞ്ഞാൽ 80. മനസ്സിലായല്ലോ? ഈ രീതി ചെയ്താൽ മതി. അപ്പോൾ എന്താണ്ടാവും? ഇവിടുത്തെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നീളം ഗുണം വീതിയാണ് വിസ്തീർണം. അപ്പോൾ നീളം 20% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് 120%. 100%ത്തിന്റെ താഴത്തെ 100 കൊടുക്കണം. ഓക്കെ ആണല്ലോ? വീതി 10% വർദ്ധിച്ചു എന്ന് വെച്ചാൽ എത്ര? 110%. 110%. അപ്പോൾ നീളവും ഗുണം വീതിയായി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഒരു *100 കിട്ടും. ആ 100നെ അങ്ങ് ഒഴിവാക്കാൻ നമ്മൾ ഒരു *100 കൊടുക്കും. ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെ ഒരു 100 വരും. ആ 100നെ ഒഴിവാക്കാൻ നമ്മൾ ഒരു *100 കൊടുക്കും. ഓക്കെ ആണല്ലോ? ഇങ്ങനെ ചെയ്യുക. ഈ 100 നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. എന്താണ്? ഈ 100ഉം ഈ 100 വെട്ടിപ്പോവും. ഈ 0 വിട്ടും, ഈ 0 വിട്ടും. 11 ഗുണം 12 132 ഗുണിക്കുമ്പോൾ കിട്ടും 132 എന്ന് കിട്ടും. ഇപ്പോൾ അത് എത്ര ശതമാനമായി എന്ന് ചോദിച്ചാൽ 132%. നേരത്തെ എത്ര ശതമാനം ഉണ്ട്? 100%. അതിപ്പോൾ എത്രയായി? 132 അപ്പോൾ എത്ര കൂടിയെന്ന് വെച്ചാൽ 32%. 132 മൈനസ് 100 സമം നമുക്ക് എന്ത് എഴുതാം? 32%. ഇപ്പോഴത്തെ വർധനവ് എന്ന് പറയുന്നത് 32%. വിസ്തീർണത്തിലെ വർധനവിലെ വ്യത്യാസം 32. 100 എന്നുള്ളത് 132%. ആൻസർ 32%ന്റെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സാധനം 360 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി എങ്കിൽ അത് 30% ലാഭം കിട്ടണമെങ്കിൽ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇതാണ്. ഒരു സാധനം 360 രൂപയ്ക്ക് വിറ്റപ്പോൾ, അത് വിറ്റു, 360 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ എന്ത് കിട്ടി? 20% ലാഭം കിട്ടി. അപ്പോൾ 20% ലാഭം കിട്ടിയ വിലയാണ് 360 രൂപ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? 20% ലാഭത്തോടു കൂടിയുള്ള വിലയാണ് 360 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ 20% ലാഭം എന്ന് വെച്ചാൽ എത്ര ശതമാനമാണ്? 120%. ഏത് സാധനത്തിൻ്റെയും യഥാർത്ഥ വില എന്ന് പറയുന്നത് 100%. 10% ലാഭം 110%, 20% ലാഭം 120%, 30% ലാഭം 130%,
10% നഷ്ടം 90%, 20% നഷ്ടം 80%. ഓക്കെ ആണല്ലോ. അപ്പോൾ 10%, ഇവിടെ 20% ലാഭം കിട്ടി. 20% ലാഭം എന്ന് വെച്ചാൽ എത്ര ശതമാനമാണ്? 120%. ഈ 120% എന്ന് പറയുന്നതാണ് 360 രൂപ. എങ്കിൽ 30% ലാഭം എന്ന് വെച്ചാൽ 130%. ഈ 130% എത്ര? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 120% 360 ആണെങ്കിൽ 130% എത്ര ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. കയറി പ്രത്യേകിച്ച് ചെയ്യേണ്ട, ഇത് ക്രോസ് ചെയ്താൽ ഗുണിക്കുക. ക്രോസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 360 ഇൻറ്റു 130 ഡിവൈഡഡ് ബൈ ഈ 120 എടുത്ത് അങ്ങ് താഴെ എഴുതുക. മനസ്സിലായല്ലോ? ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് ഗുണിക്കുക, എന്നിട്ട് ഇവിടുത്തെ സംഖ്യ താഴെ എഴുതുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഈ 0 ഈ 0യുടെ വെട്ട. ഒരു 12 12 3 12 36. ഓക്കെ, ഇവിടെ 9 3. മനസ്സിലായ? 390. 13 ഗുണം 3 39 0 390. അപ്പം 20% ലാഭം വെച്ചാൽ 120%. 120% 360 ആണെങ്കിൽ 30% ലാഭമായ 130% എത്ര? 390 രൂപയാണ്. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 11ാമത്തെ കളിയിൽ 50 റൺസ് അടിച്ചപ്പോൾ അയാളുടെ ശരാശരി 2 റൺസ് വർദ്ധിച്ചു. എങ്കിൽ 11ാമത്തെ കളിയിൽ അയാളുടെ ശരാശരി റൺസ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വേറെ കാര്യമൊന്നുമില്ല. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 11ാമത്തെ കളിയിൽ 50 റൺസ് അടിക്കുന്നു. ഈ 50 റൺസ് അടിക്കുന്നതോടുകൂടി അയാളുടെ ശരാശരി 2 റൺസ് അങ്ങ് വർദ്ധിക്കുകയോ ചെയ്യുന്നത്. എങ്കിൽ ഈ 11ാമത്തെ കളിക്ക് ശേഷമുള്ള അയാളുടെ ശരാശരി എത്ര? അല്ലെങ്കിൽ 11ാമത്തെ കളിയിലുള്ള ശരാശരി എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് 2 രീതി ചെയ്യാം. ഒന്ന് എക്സിറ്റും ചെയ്യാം, ഒന്ന് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എളുപ്പം ചെയ്യാൻ പറ്റും. ഞാനൊന്ന് എഴുതിയിട്ട് തരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ട് അത് ചെയ്യാം, അല്ലെങ്കിൽ എക്സിറ്റ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ. നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യേണ്ടത് റൺസ് പ്ലസ് ഓർ മൈനസ് കളികളുടെ എണ്ണം -1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ഇതാണ് റൺസ് പ്ലസ് ഓർ മൈനസ് കളികളുടെ എണ്ണം -1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ റൺസ് പ്ലസ് ഓർ മൈനസ്, ഇവിടെ പ്ലസും മൈനസും വരാം. ഇവിടെ എപ്പോഴും മൈനസ് വരത്തുള്ളൂ. ഈ പ്ലസും മൈനസ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, അയാളുടെ ശരാശരി റൺസ് വർദ്ധിക്കുവാണെങ്കിൽ മൈനസ് ആയിരിക്കണം. നമ്മൾ സാധാരണ വർദ്ധിക്കുമ്പോൾ പ്ലസ് എന്നല്ലയോ, അങ്ങനല്ല. വർദ്ധിക്കുവാണെങ്കിൽ മൈനസ്, കുറയുവാണെങ്കിൽ പ്ലസ് കൊടുക്കണം. ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് നോക്കാം. റൺസ്, അയാൾ എത്ര റൺസ് അടിച്ചത്? 50 റൺസ് അടിച്ചു. അപ്പോൾ അയാളുടെ ശരാശരി എന്ത് സംഭവിച്ചു? 2 റൺസ് വർദ്ധിച്ചു. വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ മൈനസ് കൊടുക്കണം. കളികളുടെ എണ്ണം, എത്ര കളി കളിച്ചു അയാൾ? 11 കളി കളിച്ചു. 11 - 1. ഈ കളികളുടെ എണ്ണം -1 എപ്പോഴും ഇത് കോമണാണ്. അതിനകത്ത് ഈ -1 തന്നെ അത് മാറത്തൊന്നുമില്ല. ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. എത്ര റൺസിന്റെ വർധന ഉണ്ടായി? 2 റൺസിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. 50 - 11 1 കുറച്ചാൽ 10. 10 ഗുണം 2. 50 - 10 ഗുണം 2 എത്ര കിട്ടി? 20. 50 ൽ 20 കുറച്ചാൽ 30 കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 30 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇക്വേഷൻ പ്രകാരം ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി അഥവാ പരീക്ഷ ആളിൽ പോയി മറന്നു പോയി കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ എക്സിറ്റ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അയാളുടെ 10ാമത്തെ കളിയിലെ അയാളുടെ ശരാശരി റൺസ് നമ്മൾ എക്സ് എന്ന് എടുക്കണം. ശരാശരി 10ാം കളിയിലെ അയാളുടെ ശരാശരിയാണ് എക്സ്. ശരാശരി എക്സ്. തുക എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ശരാശരി ഇൻറ്റു എണ്ണം. 10 കളിയിലൂടെ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ശരാശരി എക്സ് റണ്ണാണ്. അപ്പോൾ അയാളുടെ തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഗുണം എക്സ് ആണ്. 10 ഗുണം എക്സ്. ഇതാണ് അയാളുടെ തുക. 10 കളിയിലൂടെ അയാളുടെ തുക ശരാശരി 10 ഗുണം എക്സ് ആണ്. 10x. ഇതാണ് അയാളുടെ തുക. 10 കളിയിലൂടെ എന്തോ ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചപ്പോൾ 10 കളിയിലൂടെ അടിച്ച റണ്ണ് കിട്ടിയേക്കും. ഇനി 11ാമത്തെ കളിയിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 50 റൺസ് കൂടെ അടിക്കുന്നുണ്ട്. 11ാമത്തെ കളിയിൽ ഒരു 50 റൺസ് കൂടെ അടിക്കുന്നുണ്ട്. ഈ 50 റൺസ് കൂടെ അടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ശരാശരിക്കകത്ത് ഈ 50 റൺസ് കൂടെ വർദ്ധിച്ചു. അപ്പോൾ ഇതിപ്പോൾ 11 കളിയായി. 11 കളിയിലെ തുകയാണ് ഈ കിടക്കുന്നത്. 11 കളിയുടെ തുക എന്താ? 10 കളിയുടെ തുക 10 ഗുണം എക്സും 50 റൺ കൊണ്ട് അടിക്കുമ്പോൾ 11 കളിയുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം എന്ന് വെച്ചാൽ 11. 11 കൊണ്ട് ഹരിക്കുമ്പോൾ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ശരാശരി. തുക ബൈ എണ്ണമാണ് ശരാശരി. തുക ബൈ എണ്ണം ശരാശരി. ശരാശരി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കളിയിലൂടെയുടെ ശരാശരി എക്സ് ആണ്. 10 കളിയിലൂടെയുടെ ശരാശരി എക്സ് ആണ്. 11ാമത്തെ കളിയാകുമ്പോൾ 2 കൂടെ വർദ്ധിക്കുന്നുണ്ട്. എക്സിലൂടെ 2 കൂടെ വർദ്ധിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം നിങ്ങൾ 10 കളിയിലെ ശരാശരി എക്സ് ആണ്. അപ്പോൾ 10 കളിയുടെ തുക 10 ഗുണം എക്സ്. അതിലൂടെ 50 റൺസ് കൂടെ അടിക്കുമ്പോൾ 11 കളിയുടെ തുകയായി. ആ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് ശരാശരി. ശരാശരി എങ്ങനെ കിട്ടുന്നത്? പഴയ ശരാശരിയെക്കാട്ടിലും 2 കൂടെ കൂടുതൽ. ഓക്കെ. അപ്പോൾ നോക്കട്ടെ. 10 ഗുണം എക്സ് 10x. 10 ഗുണം എക്സ് 10x പ്ലസ് 50 പ്ലസ് 50 പ്ലസ് 50
ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇൻറ്റു ഈ വരയുടെ താഴെ 11 നടക്കുന്നത് ഹരിച്ചൊക്കെ അപ്പുറത്ത് പോകുമ്പോൾ ഗുണിച്ചു. ഓക്കെ, 10x പ്ലസ് 50 ഈക്വൽ ടു ഈ 11 ഗുണിക്കുക. 11 ഗുണം എക്സ് 11x പ്ലസ് 11 ഗുണം 2 22. ഈ ബ്രാക്കറ്റ് പൊളിക്കണമെങ്കിൽ ബ്രാക്കറ്റിന് വെളിയിൽ കിടക്കുന്ന സംഖ്യ അകത്തേറ്റ് ഓരോ സംഖ്യ 11 ഗുണം എക്സ് 11x 11 ഗുണം 2 22. ഓക്കെ ആണല്ലോ. ഇനി എക്സ് എല്ലാവരും സൈഡിലാക്കാം, എക്സ് ഇല്ലാത്ത എല്ലാവരും സൈഡിലാക്കാം. 50 പ്ലസ് 22 ഇവിടെ വരുമ്പോൾ മൈനസ് 22 11x പ്ലസ് 10 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 10x പ്ലസ് 10x അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 10x. 50 22 കുറച്ചാൽ 28. 28 ഇസിക്കല് 11x 10x കുറച്ചാൽ എക്സ്. എക്സിന്റെ വാല്യൂ 28 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 28. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് 10 കളിയിലയുടെ ശരാശരിയാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 11ാമത്തെ കളിയിലയുടെ ശരാശരി. 11ാം കളിയിലയുടെ ശരാശരി എത്ര എന്ന് വെച്ചാൽ എക്സ് പ്ലസ് 2 ആണ്. എക്സ് പ്ലസ് 2 രണ്ടും കൂടെ കൂടുതൽ. അപ്പോൾ എന്തുവാ എക്സ് എത്ര 28 പ്ലസ് 2 നമ്മുടെ ആൻസർ എത്ര കിട്ടി 30. ഇങ്ങനെയാണ് എക്സ് ഇട്ട് ചെയ്യുന്നത്. എക്സ് ഇട്ട് നമുക്ക് ഈ രീതി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇക്വേഷൻ ആകുമ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ രീതി ചെയ്യാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാണ് 5 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടി 5 പുരുഷന്മാരും 8 സ്ത്രീകളും കൂടി ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. 3 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടി ആ ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. എങ്കിൽ 11 പുരുഷന്മാർ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ആദ്യം ചെയ്യേണ്ടത് കണ്ടേ 5 പുരുഷന്മാരും എത്ര 8 സ്ത്രീകളും കൂടെ എത്ര ദിവസം കൊണ്ടാ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. 5 പുരുഷന്മാരും 8 സ്ത്രീകളും കൂടെ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഏതാണോ ആ ജോലി തന്നെയാണ് 3 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നത് 12 ദിവസം കൊണ്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ എന്താണ്ട് 5 പുരുഷന്മാരും 8 സ്ത്രീകളും കൂടെ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 3 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടെ 12 ദിവസം കൊണ്ട്. രണ്ടുപേരും ചെയ്യുന്ന ഒരേ ജോലി തന്നെയാണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഈക്വൽ ടു കൊടുക്കാം. എന്ന് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് 11 പുരുഷന്മാർ ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും. 11 പുരുഷന്മാർ ആ ജോലി എത്ര, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? ഈ ബ്രാക്കറ്റ് പൊളിക്കണം. ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന 10 അകത്തേറ്റ് ഓരോ സംഖ്യ ഗുണിക്കണം. 10 ഗുണം 5 5 50 50 മെൻ പ്ലസ് 10 ഗുണം 8 80 വുമൺ ഈക്വൽ ടു 12 ഗുണം 3 36 മെൻ പ്ലസ് 12 ഗുണം 7 84 വുമൺ എന്ന് എഴുതണം. ഇനി മെന്നിനെ എല്ലാം ഒരു സൈഡിലാക്കണം, വുമണിനെ എല്ലാം സൈഡിലാക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? 50 മെൻ മൈനസ് പ്ലസ് 36 വുമൺ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 36 വുമൺ എന്നാവും, അല്ല മെൻ എന്നാവും. ഓക്കെ, അതേപോലെ 84 വുമൺ പ്ലസ് 80 വുമൺ അപ്പുറത്ത് വരുമ്പോൾ മൈനസ് 80 വുമൺ എന്നാവും. ഓക്കെ, ഇനി നോക്കണം. 50 നിന്ന് 36 കുറച്ചാൽ 14 മെൻ ഈക്വൽ ടു ഇവിടെ കുറയ്ക്കുമ്പോൾ 4 വുമൺ എന്ന് കിട്ടും. 4 വുമൺ എന്ന് വെച്ചാൽ 14 പുരുഷന്മാർക്ക് തുല്യമാണ് 4 സ്ത്രീകൾ. 14 പുരുഷന്മാർക്ക് തുല്യമാണ് 4 സ്ത്രീകൾ. എന്ന് വെച്ചാൽ ഒരു പുരുഷൻ എത്ര സ്ത്രീക്ക് തുല്യമാണെന്നോ അല്ലെങ്കിൽ ഒരു സ്ത്രീ എത്ര പുരുഷന് തുല്യമാണെന്നോ എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റണം. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 11 പുരുഷന്മാർ ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ എത്ര പുരുഷന് തുല്യമാണെന്ന് നോക്കണം. ഒരു സ്ത്രീ എത്ര പുരുഷന് തുല്യമാണെന്ന് നോക്കണം. ഒരു സ്ത്രീ എത്ര പുരുഷന് തുല്യമാണെന്ന് നോക്കുമ്പോൾ ഈ 4 ഇവിടെ ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഹരിച്ചാൽ മതി. അപ്പോൾ വേണ്ടേ 14 മെൻ ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു വുമൺ എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്ത്രീകൾ 14 പുരുഷന്മാർക്ക് തുല്യമാണ് എങ്കിൽ ഒരു സ്ത്രീ 14/4 പുരുഷന് തുല്യമാണ്. ഓക്കെ ആണല്ലോ. എന്തിനാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് 11 പുരുഷന്മാർ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 11 പുരുഷന്മാർ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ എല്ലാവരെയും പുരുഷന്മാരാക്കി മാറ്റണം. മൊത്തവരെയും പുരുഷന്മാരാക്കി മാറ്റിയാൽ നമുക്ക് ആ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നേ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അല്ലെ ഈ ഇക്വേഷൻ ഏതെങ്കിലും ഓർമ്മ, 2 ഈക്വലാണ്ട് ഒന്ന് ഇതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്യാം. ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മെൻ പ്ലസ് 8 വുമൺ എത്ര ദിവസം കൊണ്ടാ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ വുമണിനെയും കൂടെ അങ്ങ് മെന്നാക്കാൻ പോകും. വുമൺ ഈ W മാറ്റിയിട്ട് അവിടെ മെന്നാക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ 5 മെൻ പ്ലസ് 8 ഇൻറ്റു W. ഈ W മാറ്റിയിട്ട് W പകരം W തുല്യമായിട്ടുള്ള വിലയായ 14/4 മെൻ എന്നങ്ങ് കൊടുക്കും. മെൻ ഇൻറ്റു ഇവിടെ എന്ത് കൊടുക്കാം? നമുക്ക് എന്ത് കൊടുക്കാം? 10 എന്ന് കൊടുക്കാം. ഇൻറ്റു 10. ഓക്കെ, എന്നതിന് ശേഷം അവിടെ നോക്കിക്കോ. ഇവിടെ നോക്കണ്ട 1 4 4 2 4 8. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് ചെയ്യുക. ഓക്കെ,
നോക്കൂ നോട്ട് ചെയ്യാം. 5 മെൻ പ്ലസ് എത്ര 14 ഗുണം 2 28 മെൻ ഇൻറ്റു 14. ഓക്കെ ഓക്കെ, ഇവിടെ 5 മെൻ, ഇവിടെ 14 എന്തുവാ, ഇവിടെ 8നെ 4 ചരിച്ചപ്പോൾ 2 ഇട്ട് 2 ഗുണം 14 28 മെൻ. അപ്പോൾ 5 മെൻ പ്ലസ് 28 മെൻ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്നായി. ഓക്കെ, 5 മെന്നും 8 ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത 8 വുമൺ ചെയ്യുന്ന ജോലി 28 മെൻ എന്ന് വെച്ചാൽ 8 സ്ത്രീകൾ ചെയ്യുന്ന ജോലി 28 പുരുഷന്മാരാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇപ്പൊ ഇതെല്ലാം ഈ മെന്നായല്ലോ. ഇനി കൂട്ടാം 28 5 കൂടെ കൂട്ടും, 28 5 കൂടെ കൂടുമ്പോൾ 33 മെൻ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്നായി. ഓക്കെ, 33 മെൻ 10 ദിവസം കൊണ്ട് ചെയ്യുന്നത്. 33 മെൻ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 11 മെൻ എത്ര ദിവസം കൊണ്ട്? 11 മെൻ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന പറയാൻ 11 കൊണ്ട് അങ്ങ് ഹരിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഈ മെന്നും ഈ മെന്നൂടെ വെട്ടും. 1 11 11 3 11 33 പൈറ്റ് 3 30 ദിവസം. ആൻസർ അവർ 30 ദിവസം കൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 80 മീറ്റർ 120 മീറ്റർ നീളമുള്ള 2 തീവണ്ടികൾ യഥാക്രമം 25 km/h 30 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. വേഗത കൂടിയ തീവണ്ടി രണ്ടാമത്തെ തീവണ്ടിയെ കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വേറെ കാര്യമൊന്നുമില്ല. 2 തീവണ്ടികൾ സമാന്തര പാതയിൽ ഒരേ ദിശയിലാണെങ്കിലും എതിർ ദിശയിലാണെങ്കിലും പരസ്പരം മറികടന്നാൽ അവയുടെ നീളങ്ങൾ തമ്മിൽ എപ്പോഴും കൂട്ടണം. കൂട്ടിയിട്ട് വേണം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. ഇങ്ങനെ എതിരെ കടന്നാലുണ്ട്, ഇങ്ങനെ എതിരെ മറികടന്നാലും ഈ നീളങ്ങൾ കൂട്ടണം, ഒരേ ദിശയിൽ മറികടന്നാലും നീളങ്ങൾ തമ്മിൽ കൂട്ടണം. ഇത്രയും കടന്നാലേ ഇത് മറികടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരേ ദിശയിൽ പരസ്പരം മറികടക്കുന്നു പറഞ്ഞാലും എതിർ ദിശയിൽ പരസ്പരം മറികടക്കുന്നെന്ന് പറഞ്ഞാലും നീളങ്ങൾ തമ്മിൽ കൂട്ടി വേണം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 80 മീറ്റർ പ്ലസ് 120 മീറ്റർ സമം 200 മീറ്റർ. ഡിസ്റ്റൻസ് 200 മീറ്റർ കിട്ടി. ഇനി വേഗത എതിരെയാണെങ്കിൽ കൂട്ടണം, ഒരേ ദിശയിലാണെങ്കിൽ കുറയ്ക്കണം. മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ ഉദാഹരണം, ഒരാൾ 40 km വേഗത ഇങ്ങോട്ട് വരുന്നു, ഒരാൾ 50 km വേഗത ഇങ്ങോട്ടും വരുന്നു. നമ്മൾ പരസ്പരം മറികടക്കുന്നത് 90 km വേഗതയിലായിരിക്കും. പക്ഷെ ഒരാൾ 40 ഫ്രണ്ടിൽ പോകുന്നു, ഒരാൾ 50 പുറകെ വരുവാണെങ്കിൽ നമ്മൾ പരസ്പരം മറികടക്കുന്നത് 10 km വേഗതയിലായിരിക്കും. കാര്യം രണ്ടുപേരും ഒരേ ദിശ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ വേഗതകൾ തമ്മിൽ കുറയ്ക്കണം. അപ്പം വേഗത എതിർ ദിശയിലാണെങ്കിൽ കൂട്ടണം, ഒരേ ദിശയിലാണെങ്കിൽ കുറയ്ക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ വേഗത എങ്ങനെ പറയുന്നത്? ഒന്ന് 25 km/h, ഒന്ന് 30 km/h. ഒരു മുന്നിൽ പോകുന്ന വേഗത കൂടിയ തീവണ്ടി വേഗത കുറഞ്ഞ അല്ലെങ്കിൽ രണ്ടാമത്തെ തീവണ്ടിയെ മറികടക്കാൻ എടുക്കുന്ന സമയം, മറികടക്കുമെന്ന് വെച്ചാൽ മുന്നിൽ ഓടുക. അപ്പോൾ അതിനെ മറികടക്കുമെന്ന് വെച്ചാൽ 2 തീവണ്ടികളും അപ്പുറത്തും ഇപ്പുറത്തും ട്രാക്കിൽ കൂടെ ഒരേ ദിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വേഗതകൾ തമ്മിൽ കുറയ്ക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നാൽ 35 km/h മൈനസ് 25 km/h ഈക്വൽ ടു 10 km/h ആണ്. ഓക്കെ, 10 km/h. ഓക്കെ, എങ്കിൽ നമുക്ക് ഇവിടെ ടൈം കണ്ടുപിടിക്കണ്ടേ? ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. 200 മീറ്റർ ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 km/h ആണ്. ശ്രദ്ധിക്കണം, ഇത് 200 മീറ്റർ വാ, ഇത് 10 km/h വാ. ഈ മീറ്ററിലും കിലോമീറ്റർ/ഹവറിലും ഇട്ട് കണക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ 10 km/hനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ടങ്ങ് ഇൻഡ് ചെയ്യണം. 5/18. അപ്പോൾ ഇവിടെ ഹരിക്കുള്ള വരയുടെ താഴെ ഭിന്നസംഖ്യ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കുക. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടി? 200 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 18 മേളിലും പോവും, 5 താഴെ വരും. ഈ 0 വെട്ട 1 5 5 4 5 20 18 ഗുണം 4 72 സെക്കൻഡ്സ് എന്ന് കിട്ടും. എത്ര കിട്ടും? 72 സെക്കൻഡ്സ് ആയിരിക്കും എൻ്റെ ആൻസർ എന്ന് പറഞ്ഞത്. അപ്പോൾ 1 സെക്കൻഡ് അല്ല, 1 മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡാണ്. അപ്പോൾ 72 സെക്കൻഡ് എന്ന് വെച്ചാൽ 1 മിനിറ്റും എത്ര? 1 മിനിറ്റും 12 സെക്കൻഡ്സും ആയിരിക്കും. 12 സെക്കൻഡ് ആൻസർ എന്ന് വെച്ചാൽ 1 മിനിറ്റ് 12 സെക്കൻഡ് എന്നായിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒറ്റ കാര്യം ആലോചിക്കുക, 2 ട്രെയിനുകൾ സമാന്തര പാതയിൽ ഒരേ ദിശയിലാണെങ്കിലും എതിർ ദിശയിലാണെങ്കിലും നീളം എപ്പോഴും കൂട്ടുക. വേഗത എതിരെയാണെങ്കിൽ കൂട്ടുക, ഒരേ ദിശയിലാണെങ്കിൽ കുറയ്ക്കുക. ഇവിടെ നീളം കൂട്ടി, വേഗത എതിർ ദിശയിലാണ്ട് ഒരേ ദിശയിലാണ്ട് കുറച്ചു. ഇനി യൂണിറ്റ്, ഒന്ന് മീറ്ററും ഒന്ന് km/h ആണ്. 2 യൂണിറ്റ് ഇട്ട് കണക്ക് ചെയ്യാൻ പറ്റത്തുകൊണ്ട് ഈ km/hനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 72 സെക്കൻഡ് എന്നുള്ള ഉത്തരം കിട്ടും. 72 സെക്കൻഡ് എന്ന് വെച്ചാൽ 1 മിനിറ്റ് 12 സെക്കൻഡ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.